ഹായ് കൂട്ടുകാരെ, പാലക്കാടൻ കാരസാമാനമാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കായപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ. ഈ ഒരു ഗ്ലാസ്സിന് 1/4 ഗ്ലാസ് അരിപ്പൊടി, നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി തന്നെ എടുക്കണം, പച്ചരിപ്പൊടി. പിന്നെ നമ്മൾ എടുക്കുന്നത് ഈ ഗ്ലാസ്സിന് തന്നെ 1 ഗ്ലാസ് ഫുൾ അളവിൽ കടലമാവാണ്. ഇനി ഇത് നമുക്ക് വെള്ളം ചേർത്തൊന്ന് കുഴച്ചെടുക്കാം. പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആദ്യം തന്നെ കുറേ അധികം ചേർക്കരുത്. കുഴച്ച് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് പാകമാണോ എന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതിയാകും. നമുക്ക് വെള്ളം ഒഴിച്ചിട്ട്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് ഇതിനെ നല്ലപോലെ ഇളക്കിയെടുക്കാം. അതിനുശേഷം നല്ലപോലെ കൈവച്ച് കുഴച്ചെടുക്കാം. ഇപ്പം ഞാൻ സ്പൂൺ വെച്ച് നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്. വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. പെട്ടെന്ന് ഇതിൽ വെള്ളം ഏറിപ്പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഒരു നുള്ളു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം ഇത് നല്ലപോലെ കൈ വെച്ച് കുഴച്ചെടുക്കാം. ഇനി വെള്ളം ഏറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മാവും കൂടി, കടലമാവും കൂടി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്കിത് നല്ലപോലെ കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ പാകമായിരുന്നു, ഉപ്പും പാകമാണ്. ഈ ഒരു പരുവത്തിലാണ് മാവ് ആയിത്തീരേണ്ടത്. അധികം കട്ടി പാടില്ല, എന്നാൽ അധികം ലൂസായിട്ടിരിക്കുകയും ചെയ്യരുത്. ഇങ്ങനെ വേണം മാവിൻ്റെ പരുവം. ഇനി ഇത് നമുക്ക് സേവനാഴി വെച്ച് ആണ് ഉണ്ടാക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇടിയപ്പം അഥവാ നൂലിപ്പുട്ടുണ്ടാക്കുന്ന സേവനാഴിയാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചെറിയ ഓട്ടയുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് ഷേപ്പിലുള്ള ചില്ലുവാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അതേ ഷേപ്പിലായിരിക്കും കാരസാമാനത്തിൻ്റെ രൂപം. അപ്പം ഞാനിങ്ങനെ ഓട്ടയുള്ള ചില്ലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് മാവ് മുഴുവൻ നിറച്ച് കൊടുക്കാം. ഞാൻ മാവ് ഇപ്പം നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനൊരൊറ്റ ട്രിപ്പ് ഉണ്ടാക്കാനുള്ള മാവേ ഇതിലുള്ളൂ. ആളുടെ എണ്ണത്തിനനുസരിച്ച് ഇതിൻ്റെ അളവൊക്കെ കൂട്ടിക്കൊടുത്താൽ മതിയാകും. ഇത് നമുക്ക് അടച്ചു വെച്ച് ചൂടായ എണ്ണയിലേക്ക് പീച്ചിയെടുക്കാം. സേവനാഴിയുടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം. കാരണം ഈ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്, എണ്ണയിലേക്ക് വീഴുമ്പോൾ. അപ്പം ഞാൻ ചൂടായ എണ്ണയിലേക്ക് ഇതിങ്ങനെ പീച്ചി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് അടിവശം മൊരിഞ്ഞ് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഇതെപ്പോഴും ഫുൾ തീയിൽ പാടില്ല, അപ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അടുത്ത് തന്നെ നിന്നത് പെട്ടെന്ന് മറിച്ചിടാൻ ശ്രദ്ധിക്കണം. അപ്പം ഞാനിത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കളർ വരുമ്പോൾ തന്നെ ഇത് വാങ്ങിയെടുക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. കരിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കുകയില്ല. ഇത് വീതിയുള്ള ചില്ലിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇതിന് ഓലപ്പൊക്കവട എന്നാണ് പേര്. കടകളിൽ വാങ്ങാൻ കിട്ടും. ഞാനിങ്ങനെ ഒരു മുറുക്ക് ഷേപ്പിലാണിത് ഉണ്ടാക്കിയെടുക്കണേ. കാരസാമാനം ഇപ്പം മുഴുവനും ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. നല്ല പൊരിഞ്ഞു വന്നിട്ടുണ്ട്. കറുമുറു നല്ല ശബ്ദമാണിത്. 4 മണി ചായക്ക് സൂപ്പർ രുചിയായിരിക്കും, പ്രത്യേകിച്ച് ഉണ്ണികൾക്ക്. ഇതിൻ്റെ മാവ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് ഡ്രൈ ആവരുത്, ഒരുപാട് ലൂസാവരുത്. അതൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ തന്നെ അറിയാം. ആദ്യം കുറച്ചുണ്ടാക്കുക, ഇഷ്ടപ്പെട്ടാൽ കൂടുതൽ ഉണ്ടാക്കിയാൽ മതി. വെറുതെ വേസ്റ്റാക്കി കളയണ്ട. ഇതിൻ്റെ മാവ് കുഴയ്ക്കുന്ന ആ ഒരു പരുവം ശരിയായാൽ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നല്ലൊരു സ്വാദിഷ്ടമായ 4 മണി പലഹാരമാണിത്. എണ്ണ ഇതാ ബാക്കി ഒന്നും ഇത് കുടിച്ചിട്ടില്ല. ഈ എണ്ണ നമുക്ക് ഉപ്പേരി വെക്കാനും എടുക്കാം, പപ്പടം കാച്ചാനും എടുക്കാം, കൊണ്ടാട്ടം വറുക്കാനും ഒക്കെ എടുക്കാം. ഇത് അധിക ദിവസം എടുത്തു വെക്കരുത്, പെട്ടെന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കുകയും വേണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ.
സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ.